ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നൊരു സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അറിയിക്കണേ. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ചിക്കൻ എടുത്ത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് സവാള, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. ഏതാണ് കുക്കിംഗ് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യണേ, ആ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യുക. എന്നിട്ടത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇടണം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷെ എനിക്ക് മേടിക്കുന്നതിനേക്കാളും ഇഷ്ടം നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിനൊരു ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി മൂത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലേക്ക് നമ്മൾ സവാള അരിഞ്ഞു വെച്ചതും അതേപോലെ തന്നെ നമ്മളുടെ ചില്ലി അരിഞ്ഞു വെച്ചതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് യൂസ് ചെയ്യാം. ചിലർ ഉപ്പ് യൂസ് ചെയ്യും വേഗം വാടി കിട്ടാൻ. അപ്പോൾ ഞാനിവിടെ ഉപ്പ് യൂസ് ചെയ്യുന്നില്ല. നമ്മളിത് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാടുന്നവരെ വെയിറ്റ് ചെയ്യുക. വാടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഉപ്പും കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് അതിന് വേണ്ട മസാലകളൊക്കെ ഇടാം. ഞാനിതിൽ യൂസ് ചെയ്യുന്നത് കുറച്ച് മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഈ മസാലകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ എത്ര ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇത് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ചേർക്കുന്നത്. സോ എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവ് അതിനനുസരിച്ച് ചേർക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടിയും ഇട്ട് അതിനുശേഷം ഞാൻ ചിക്കൻ മസാല ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. കാരണം ചിക്കൻ മസാല ആവശ്യമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. അതൊരു ഓപ്ഷണലാണ്. ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ മിക്കപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ ഞാൻ ചിക്കൻ മസാല യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിക്കൻ മസാല മാത്രം യൂസ് ചെയ്ത് കറി വെക്കുന്നവരുമുണ്ട്. ബാക്കി മസാല എല്ലാം ഒഴിവാക്കി ചിക്കൻ മസാല മാത്രം യൂസ് ചെയ്ത് കറി വെക്കുന്നവരുമുണ്ട്. അപ് ടു യു ആണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്തോളൂ. പക്ഷേ എനിക്ക് ഇങ്ങനെ വെക്കുന്നത് വളരെ ഇഷ്ടമാണ്. സോ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ തീ പരമാവധി മീഡിയം ടു ലോ ഇതിലായിരിക്കണം വേണ്ടത്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇത് കരിയത്തില്ല, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഈ മസാലകളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഡിഫറെൻറ്റ് ടേസ്റ്റായി പോകും. ഇതെല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം ഞാനിതിലോട്ട് കുറച്ച് കൊറിയൻഡർ ലീവ്സ് ചേർക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഇപ്പോൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ചേർക്കുമ്പോഴുള്ള ഗുണം നമുക്ക് നമ്മുടെ മസാലയുടെ കൂടെ ഇതിൻ്റെ ഈ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അത് അപ്പം ചേർത്തത്. പിന്നെ ഇതിലോട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ചിക്കനും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഗ്രേവിയുള്ള ചിക്കൻ കറിയാണ് ഇഷ്ടം. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം യൂസ് ചെയ്തു. നിങ്ങൾക്ക് ഗ്രേവി വേണ്ട എങ്കിൽ നിങ്ങൾ ഈ ചിക്കൻ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ചിക്കൻ മാത്രം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് വെന്ത് കിട്ടിക്കോളും. പക്ഷേ എനിക്ക് ഗ്രേവി ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തു. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ഒരു 10-15 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിക്കണം. ഇതിപ്പോൾ ഞാൻ മേടിക്കുന്ന ഫ്രോസൺ ചിക്കനാണ്. സോ അതിന് വേവ് കുറവായതുകൊണ്ട് ഞാൻ ഒരു 15 മിനിറ്റ്സേ വെക്കുന്നുള്ളൂ. 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. പക്ഷേ നിങ്ങൾ മേടിക്കുന്ന ചിക്കൻ നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ അതിന് വേവ് ഉണ്ടായിരിക്കും. സോ അതിനനുസരിച്ച് നിങ്ങൾ കുക്ക് ചെയ്യണം. ഞാനിപ്പോൾ അതിൽ കുറച്ചും കൂടെ ഉപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഇതിൻ്റെ ലിഡ് ഉപയോഗിച്ച് അത് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെക്കുന്നത്. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് നമുക്കിത് ഇങ്ങനെയായി കിട്ടുമ്പോൾ ഇതെന്താ ഇങ്ങനെ വെള്ളം എന്ന് വെച്ചാൽ, ഞാനിതിൽ യൂസ് ചെയ്ത വെള്ളവും ഈ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി. അതുകൊണ്ടാണ് ഇത് ഇത്രയും
ഗ്രേവി ആയിട്ടിരിക്കുന്നത്. എനിക്കിഷ്ടമാണ് ഇത്രയും ഗ്രേവി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല, അതായത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട് ഇത്. സോ അതിലോട്ട് കുറച്ച് ഗരം മസാല ആൻഡ് പെപ്പർ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടെ യൂസ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം. വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം, അതായത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചതിന് ശേഷം നമുക്കതിലോട്ട് ലാസ്റ്റത്തെ ഒരു പ്രിപ്പറേഷനായിട്ട് നമുക്ക് കുറച്ച് കറി ലീവ്സും കൂടെ യൂസ് ചെയ്യാം. കറി ലീവ്സും കൂടെ യൂസ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.